to cease fire from somebody. ഞാൻ എനിക്ക് എപ്പോഴും പറയാൻ തയ്യാറായി. You're my lonely. എന്തൊക്കെ ക്രിഞ്ചാണ് ഞാനീ പറയുന്നത്. എന്തായാലും എനിക്ക് തന്നെ ഈ സർപ്രൈസും വലിയൊരു സർപ്രൈസ് ഞാൻ കൂടെ തരാൻ പോവാം. കടന്നു പറയണം നമുക്ക്. എന്നാ ക്യൂട്ട്. ബി റെഡി മൈ മാൻ. ബി റെഡി ഫോർ മൈ ഓൺലി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പീക്കോട്ടെ. നാളെ മുതൽ എൻ്റെ പുതിയൊരു മുഖം നിങ്ങൾക്ക് കാണാം. അയ്യോ, സമയം 9:30. ധ്രുവേട്ട എഴുന്നേക്ക്. ധ്രുവേട്ട സമയം 9:30. നേരെ എത്ര പെട്ടെന്ന് വെളുത്തോ? ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എഴുന്നേറ്റ് വാ, പോയി കുളിക്ക്. ഞാൻ താഴത്തുണ്ടോ ഫുഡ് ഉണ്ടാക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് വൈഫി. വന്നോ? എൻ്റെ പുട്ടാണ്, കഴിച്ചോ? നല്ല ടേസ്റ്റ് ഉണ്ട്. വാ, ഞാൻ എടുക്കാം കാറ്. അതെന്താ താൻ ഡ്രൈവ് ചെയ്യുന്നത്? മറ്റേ ഞാനാണല്ലോ ഡ്രൈവർ. ഇതാ തൻ്റെ ഓഫീസ്. അതെ, ഇന്ന് ഹാഫ് ഡേ ആണ്. സോ ഞാൻ വിചാരിച്ച എന്തായാലും ഹാഫ് ഡേ അല്ല, എന്നാൽ പിന്നെ പുറത്ത് പോയേക്കാം. എന്നാ എനിക്ക് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ? വെറുതെ ഞാൻ നേരത്തെ എഴുന്നേറ്റ്. എനിവേസ്, ബീച്ചെങ്കിൽ ബീച്ച്. ഞാൻ പോയിട്ട് 2 ഐസ്ക്രീം വാങ്ങിട്ട് വരാം. ഐസ്ക്രീം രാവിലെ? ഐസ്ക്രീം കഴിക്കാൻ രാവിലെ രാത്രിന്നൊന്നുമില്ല. ഇപ്പൊ വാങ്ങിട്ട് വരാം. എന്നാ പോയി വാങ്ങിച്ചു. ഹേ മിസ്റ്റർ കെട്ടിയോരെ, ഹേ മിസ്റ്റർ കെട്ടിയോരെ, ഈ ഒരു കൊല്ലമല്ല എന്നെ സഹിച്ചതിന് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്നതാ ചെയ്ത്? ആൻഡ് വൺ മോർ തിങ്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? അതെന്താ വെച്ചാൽ, ഈ ഒരു കൊല്ലം എന്നെ സഹിച്ച പോലെ ഇനിയുള്ള എല്ലാ കൊല്ലം എൻ്റെ അവസാന ശ്വാസം വരെ എന്നെ സഹിക്കാൻ പറ്റുമോ എൻ്റെ മിസ്റ്റർ കെട്ടിയോനെ? എല്ലാ കൊല്ലം ഞാൻ സഹിച്ചോളാം. സഹിച്ചല്ലേ പറ്റൂ. കെട്ടിപ്പോയില്ലേ, ചുമ്മാ പറഞ്ഞതാ. താങ്ക് യു ധ്രുവേട്ട, ലവ് യു സോ മച്ച്. നമുക്കിനി കുറച്ചു നേരം വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കാം. എന്തേ? ഒരു മിനിറ്റ്. ഹലോ എടോ, തന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ, ഞാൻ ഹാഫ് ഡേ ലീവാണെന്ന് ഞാൻ തന്നോട് നേരത്തെ ഇൻഫോം ചെയ്തല്ലോ. പിന്നെ ഇപ്പൊ പെട്ടെന്ന് എവിടുന്ന് പൊട്ടി മുളച്ചതായത്? ഉടനെ എത്താം. ധ്രുവേട്ട, ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് ഉടനെ ഓഫീസിൽ പോകണം. ഹാഫ് ഡേ ലീവൊക്കെ എടുത്ത സമയം 10 മണിയാവുന്നുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉടനെ പോവാം. ആയിക്കോട്ടെ. ഹലോ മാഡം, കുറെ നേരമായി തുടങ്ങിയിട്ട് വർക്ക്. സമയം 7:30 ആവാനായി. നല്ല ബോധമുണ്ടോ? എല്ലാവരും പോയി? പോയി. വാ, വീട്ടിൽ പോവാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്നാ പോവാം. എന്തായാലും പണിയൊക്കെ കഴിഞ്ഞ് എല്ലാരും പോയി കാണുമല്ലേ? പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചേച്ച് പോവാം. വേണ്ട, പുറത്തുനിന്ന് കഴിക്കാം. 7:30. എന്നാ പപ്പു വീട്ടിൽ പോവാം. എന്നാ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയി ഉണ്ടാക്കാം. അതെന്തോ എനിവേസ് എന്തായാലും എന്നാ പുറത്തുനിന്ന് കഴിക്കാം. വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞ പുറത്തുനിന്ന് എന്തായാലും കഴിക്കാൻ. ഇപ്പൊ താൻ പോയി ഉണ്ടാക്കി. വേണ്ട, ശരിയാവേല.
ഒരു മിനിറ്റ് എത്രമായിട്ട് ഞാൻ ഒന്ന് ബാൽക്കണി പോയിട്ട് വരാം, ഒരു കോൾ വരുന്നുണ്ട്. ഹലോ, തനിക്ക് എന്താ വേണ്ടേ? ഹലോ ആലസി, എനിക്ക് കിട്ടേണ്ട ആ പ്രൊജക്റ്റ് അതെനിക്ക് ഉടനെ കിട്ടണം. അതിനാണ് ഞാൻ വിളിച്ചത്. ഇല്ല, തരില്ല എന്നൊരു പ്രാവശ്യം പറഞ്ഞല്ലേ, താൻ വെറുതെ ചോദിച്ച് വാങ്ങിച്ച് കൂട്ടുകയും ചെയ്തു. ഇനി എന്തിനാ താൻ വിളിക്കുന്നത്? വിതൗട്ട് എനി കോസ്റ്റ്. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു, ഞാനതൊക്കെ മറന്നു. ഇനി അത് നീ എനിക്ക് തരില്ല എന്നാണെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ നീ മറന്നേക്ക്. അവൻ്റെ ശരീരവും തലയും രണ്ട് സ്ഥലത്തായിട്ട് ട്രെയിനിൻ്റെ അടിയിലെങ്ങാനും നിനക്ക് തപ്പിയാൽ കാണും. അരിഞ്ഞു പോവും അവൻ താങ്ങില്ല മോളെ. ഓ പിന്നെ എടൊത്താൻ കുറെ നേരായാലോ ഡയലോഗ് അടിക്കുന്നത്. നീ ആരാന്നാടാ നിന്റെ വിചാരം? നിനക്ക് എന്നെ പറ്റി മര്യാദയ്ക്ക് അറിയത്തില്ല മോനെ. ഈ വെറുതെ ചൊറിയാൻ വരല്ലേ. നീ എൻ്റെ ശരിക്കത്തെ സ്വഭാവത്തിൽ കണ്ടിട്ടില്ല. ഒരു ബിസിനസ് മാൻ അല്ലേ, പാവല്ലേ, പോട്ടെ വിചാരിച്ച് വെക്കുമ്പോൾ താൻ എന്താണോ തലയിൽ കയറിയെന്ന് നിർത്താൻ ആളുക. താൻ വലിയ ഷോ ഇറക്കാൻ വന്നാടല്ലോ. ചള്ളടിച്ച് ഞാൻ പൊളിക്കും. ഉള്ള കാര്യം പറയാം. വെറുതെ എൻ്റെ ഫോണിലോ ഇനി എന്നെ നേരിട്ട് കാണാനോ എങ്ങാനും വന്ന തൻ്റെ അവസാന ശ്വാസത്തിൽ ഞാനായിരിക്കും ഒരു പിടി മണ്ണ് വാരിയിടുന്നത്. വെറുതെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നിൽക്കണ്ട. വെച്ചിട്ട് പോടാ. പിന്നെ വെക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് ഇനി താൻ പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയാൻ ട്രെയിനിൻ്റെ അടി കൊണ്ടിടുന്നൊക്കെ. എടോ, തനിക്ക് പറ്റണ പണി ചെയ്യടോ. തനിക്ക് അങ്ങനെ ദേഹത്ത് തൊടുന്ന പോയിട്ട് തനിക്കൊന്ന് രോമത്ത് പോലും തൊടാൻ പറ്റുകയില്ല. കാരണം അതെന്റെ കെട്ടിയോനാ. വെച്ചിട്ട് പോടാ. ആലസി, ആ വരുവാ. എന്നതാ ഇത്? എനിവേസ് അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വാവ്, ആര് ചെയ്തതാ? ധ്രുവേട്ടൻ അവിടെ ഓഫീസിലല്ലായിരുന്നു, പിന്നെ ഇതാരാ? ചെറിയൊരു ഡെക്കോറേഷൻ. ആദ്യം ശ്രദ്ധ വന്നിട്ടുണ്ടായിരുന്നു, അവളും അവളുടെ ഹസ്ബൻഡും കൂടി. എന്തായാലും ഞാൻ പോയി കുളിച്ചേച്ചാ. എനിവേസ് ഓക്കെ, എന്നാൽ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാനിപ്പോൾ വരാം. ധ്രുവേട്ട, ഇതിപ്പോ എവിടെ നിന്ന് സംഘടിപ്പിച്ചതാ? കൊള്ളാം, നല്ല രസമുണ്ട് ഈ റിങ് കാണാൻ. ഇട്ട കയ്യിലോട്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മൈ ഡിയർ വൈഫി. സോറി, ചാളമേരി. ധ്രുവേട്ട, എന്താ ചെയ്യാൻ പോകുന്നത്? ഐം സോറി. ധ്രുവേട്ടൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാനൊരു തീരുമാനം എടുത്തു. എന്താ വെച്ചാൽ ഇനി ഞാൻ ധ്രുവേട്ടനെ ഒരിക്കലും വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. ഇനി ആ ഇഷ്ടം കൂടിക്കൂടി വരുവാണ്. അതൊരിക്കലും താഴാനും പോകുന്നില്ല. ഐ ലവ് യു. വൺ മോർ തിങ്, ഐ നീഡ് യു. റിയലി? നീ സീരിയസ് ആയിട്ട് തന്നെയല്ല പറയുന്നത്? പിന്നെ
ഉറങ്ങുവാ. ഉറങ്ങിക്കോട്ടോ. ഞാൻ പോയി കുളിച്ചിട്ട് വരെ. A few moments later. അത്തേ, നമുക്കിന്ന് തറവാട്ട് പോണ്ടേ? ആ കാര്യമൊക്കെ മറന്നുപോയോ? ഞാൻ ഉച്ചയ്ക്ക് ശേഷം ബുക്ക് ചെയ്തു. ഓ, എല്ലാം പ്രീ പ്ലാൻഡ് ആണല്ലേ. നിനക്ക് റെഡി ആവും. സമയം എന്തായാലും 2 മണിയായിട്ടോ. അപ്പോൾ ഇനി റെഡി ആയിക്കോ, സമയം വരും. വാ. ഇതാണ് നമ്മുടെ തറവാട്. ഇറ്റ്സ് ലുക്ക് സോ അമേസിങ്. നല്ല രസമുണ്ട്. ഐ ലവ് ഇറ്റ്. ഹലോ കുഞ്ചു, ജ്യോതി. ആ അലസി, നിങ്ങൾ വന്നല്ലോ. യാത്രക്ക് സുഖമായിരുന്നു? ആ ചേച്ചി. ഓ പൊന്നെവിടെ? ആ കുഞ്ഞുമോൾ. ഹലോ. ആ നമ്മൾ നേരത്തെ ഇറങ്ങാന്നൊക്കെ വിചാരിച്ച, പിന്നെ ഓൾറെഡി ബുക്ക്ഡ് ആയതുകൊണ്ടേ ട്രെയിൻ, അതാ ലേറ്റായി പോയടാ. അല്ല അലസി, നിന്റെ മുഖത്തെന്തൊരു മാറ്റം? നീ അങ്ങ് വെളുത്ത് തൊടുത്തല്ലോ ഇവിടെ. എന്താ തേച്ചേ? ആ ചിലപ്പോൾ ഞാൻ രാവിലെ വരുമ്പോൾ ചെറുതായി ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് ഒരു ചെറിയ ഫേസ് റെമഡിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ അത് അവരല്ലേ? അത് അലസി, നീ അറിഞ്ഞോ? എന്താ? ഒരു കാര്യമുണ്ട്. കുഞ്ചുവിൻ്റെ കല്യാണം ഉറപ്പിച്ച്. ആരുമായിട്ടാണെന്നറിയോ? അവളുടെ സ്വന്തം, അവൾ സ്നേഹിക്കുന്ന ആള്. ഓ, നീ ഇങ്ങനെയൊന്നും പറയണ്ട. ഇവളുടെ ഏട്ടനായിട്ട് ഉണ്ണിയേട്ടൻ. ശരിക്കും? ആഹാ, കൊച്ചു കള്ളി. കുഞ്ചുമോളെ, എന്താ മനസ്സിൽ ലൈറ്റ് പൊട്ടിയാ? എപ്പോഴാ മാരേജ്? എൻഗേജ്മെന്റ് നടത്തുന്നുണ്ടോ? നെക്സ്റ്റ് വീക്കോ? എന്താ എത്ര പെട്ടെന്ന്? അപ്പൊ മാരേജോ? നെക്സ്റ്റ് മന്തോ? ഓ ഐ സി. അപ്പൊ എല്ലാത്തിനും സമയം കുറവാണല്ലേ? സെറ്റാക്കാം. സന്തോഷായില്ലേ? എന്തായാലും എനിക്ക് അറിയായിരുന്നു നിന്റെ ഉണ്ണിയേട്ടന്റെ ഒരു കള്ളക്കളി. ഉണ്ണി എന്ന് പറയുന്നത് ജ്യോതിയുടെ ബ്രദർ അല്ലേ? ആ, എൻ്റെ ബ്രദർ തന്നെ. അലസിക്ക് അറിയായിരുന്നോ? ഞാനന്ന് നടന്നു പോകുമ്പോ കേട്ടിട്ടുണ്ടായിരുന്നു കുഞ്ചുവിന്റെ ഉണ്ണിയേട്ടനെ പറ്റി കുഞ്ചു പറയണേ. അപ്പോഴേ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഏതായാലും ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് നന്നായി. അറിയായിരുന്നു? ആ, അല്ല, നമുക്ക് പോകണ്ടേ? സമയം എത്ര? തിരിച്ചു പോവാങ്ക. ആ ശരിയാ, നമുക്ക് ഇറങ്ങാനുള്ള ടൈമായില്ലേ? ഞാൻ പോയി വിളിക്കാം. ആ അതിനെന്താക്കാനാ, നിങ്ങളെ വീക്കോട്ടൻ അവിടെ മറ്റേ തറകളൊക്കെ നടക്കുന്ന സ്ഥലത്തിന്റെ ബാക്കിലുണ്ടല്ലോ, അത് അവരൊക്കെ ഡ്രസ്സ് മാറുന്ന സ്ഥലം, അത് നോക്കാൻ പോയേക്കുവാ. അവിടെ എന്തോ ഉണ്ട്, അവര് ഡ്രസ്സ് മാറുന്ന, അവരുടെ ഡ്രസ്സ് കണ്ണൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയോ ആയി ചെറിയ കുട്ടികളെ കളി കളിച്ച് പോയേക്കുന്നുണ്ട്. അതിനെ കൂട്ടിയിട്ട് ഞാൻ പറയാം. ശരി. ഒരു കാര്യം. A few moments later. വേട്ടാ, ഞാനിന്നൊരാളെ കണ്ടു. അവരെ കാണാൻ എനിക്ക് കണ്ടപ്പോൾ തോന്നിയതാണോ അറിയത്തില്ല. അവരെ കാണാനുണ്ടല്ലോ. ആ, അത് വരുമ്പോഴാണ് ഓർത്തെ. നമ്മള് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ തെയ്യത്തിന്റെ ഡ്രസ്സിങ് റൂമിലോട്ട് ഞാൻ ചെന്നെന്ന്. അപ്പൊ ചെന്നപ്പോ എന്റെ മോളെ കണ്ണൊക്കെ എടുത്ത് വെക്കുന്ന കണ്ടു. മറ്റേ ഒറിജിനൽ ഡ്യൂപ്ലിക്. അത് എടുത്ത് വെക്കണൊക്കെ കണ്ടു. എന്റെ മോളെ എന്നാ സീൻ. കണ്ടോ? ശരിക്കും? ആ, ഞാൻ സത്യമായിട്ടും കണ്ട്. എന്റെ അമ്മേ, നല്ല രസമുണ്ട് അവരുടെ ഡ്രസ്സ്.
കൂടി ഒന്ന് ഷോപ്പിങ്ങിന് പോവാം. എൻഗേജ്മെന്റ് ഇങ്ങനെ അടുത്തല്ല, അപ്പൊ ഇനി സമയമില്ലല്ലോ. ഏട്ടത്തിനെ കൂട്ടാതെ എങ്ങനെ പോവാ? ഏട്ടത്തി എന്തായാലും വാ, നമ്മളൊന്ന് പോവാ. വേഗം വരാൻ പറ്റോ? ആണോ? ഞാൻ ഉടനെ വരാം. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. എന്നെ കൂട്ടാതെ പോയരുതേ, ഞാൻ വേഗം വരാം. ഞങ്ങൾ കാത്തക്കാം. താഴത്തുണ്ടാവേ? ആഹാ, പോവില്ല. എന്താ ധ്രുവയുടെ ഫോൺ എടുക്കാതെയാണോ പോയെ? ഈ ഫോൺ കേസ് ഇത് ഞാൻ ഇതിനു മുന്നേ വിടാ. ഇത് എടാ ഇതെങ്ങനെ കൊള്ളാവോ? എൻ്റെ ന്യൂ ഫോൺ കേസ്. അയ്യേ, ഇതൊക്കെ ഒരു ഫോൺ കേസാണോ? ഇത് ചാളമേരി പോയേ ഇന്നലെ ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കൊളച്ച് ഇരുന്നുണ്ടാക്കിയതാ. ഇതെങ്ങനെ ധ്രുവേട്ടൻ്റെ കയ്യിൽ വന്നേ? ധ്രുവേട്ടനും ആലോകേട്ടനും തമ്മിൽ എന്താ ബന്ധം? ധ്രുവേട്ടൻ സത്യത്തിൽ ആരാ? ധ്രുവേട്ടൻ സത്യത്തിൽ ആരാ? ഹേയ് മൈ ഡേ ചാളമേരി,